നമസ്കാരം, തേടേ ന്യൂസിലേക്ക് സ്വാഗതം. വേടന്റെ ബലാത്സംഗവും അതിജീവിതയുടെ പ്രതികരണങ്ങളും ഒക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും പ്രധാനമായും ഓൺലൈൻ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. സാറ്റലൈറ്റ് ചാനലുകൾക്ക് വലിയ പ്രാധാന്യം അല്ലെങ്കിൽ അവർക്ക് വലിയ താല്പര്യം ഈ കാര്യത്തിലില്ല. വേടനെ പൊക്കിക്കൊണ്ടുവന്ന് ഇന്റർവ്യൂ ഒക്കെ നടത്തിയ ആളുകൾ ഇപ്പോൾ മൗനത്തിലാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട വാർത്തകളൊന്നും തന്നെ വലിയ രീതിയിലുള്ള പ്രാധാന്യത്തോടെ നൽകി കാണുന്നതും നമ്മൾ കാണുന്നില്ല. വേടനെ ഇന്റർവ്യൂ ചെയ്ത വലിയ വായിൽ സംസാരിക്കുന്ന നമ്മുടെ അവതാരകർക്ക് ഇപ്പോൾ മൗനത്തിലാണ്. മാത്രമല്ല, പലരും ഈ അതിജീവിതയെ ആക്രമിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രതികരിക്കുന്നുണ്ട്. അതേസമയമാണ് ഈ അതിജീവിതയുടെ ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ നമ്മുടെ ഒരു ചാനൽ പുറത്തുവിട്ടത്. അതുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങൾ, അതായത് അവർ അനുഭവിച്ച തിക്ത അനുഭവങ്ങൾ അവർ കൃത്യമായും പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് താൻ എങ്ങനെയാണ് വേടനെ കണ്ടത്, വേടൻ എങ്ങനെയാണ് തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്, എങ്ങനെയാണ് ഈ ബലാത്സംഗത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കേസ് ഒരു വശത്ത് നടക്കുകയാണ്. അത് നടക്കട്ടെ. എന്തായാലും വേടൻ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളാണ്, മഹാമോശമാണ്, രതിവൈകൃതത്തിന് അടിമയാണ് എന്നൊക്കെയാണ് ഈ അതിജീവിത പറഞ്ഞു വെക്കുന്നത്. ആ ഇന്റർവ്യൂ ഇപ്പോൾ ഒരുപാട് പേർ കണ്ടിട്ടുമുണ്ട് എന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിലേക്കല്ല കടക്കുന്നത്. പക്ഷേ വേടന്റെ രാഷ്ട്രീയം ആ യുവതിയുടെ, ആ അതിജീവിതയുടെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വേടൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ടൂളായി ഉപയോഗപ്പെടുത്തി, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി വേടനെ ടൂളായി ഉപയോഗിച്ചു എന്നതിലേക്ക് തന്നെയാണ്. വേടൻ ഫ്രറ്റേണിറ്റി മൂവ്മെന്റിന്റെ ഒരു പ്രവർത്തകനായിരുന്നു, അങ്ങനെയാണ് ഞാൻ പരിചയപ്പെടുന്നതെന്നാണ് ഈ അതിജീവിത പറയുന്നത്. ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റുഡന്റ്, അതായത് വിദ്യാർത്ഥി സമൂഹത്തെ ഒന്നിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു സംഘടനയാണ്. നമുക്ക് നേരത്തെ അറിയാം, ബംഗ്ലാദേശിലടക്കം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്ര ഇസ്ലാമിക മുഖം നമ്മൾ കണ്ടതാണ്. അവിടെ ഹൈന്ദവ സന്യാസിമാരെ അടക്കം പിടിച്ച് ജയിലിലടയ്ക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. വിവിധ ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത്, അതൊക്കെ നമുക്ക് വിട്ടുകളഞ്ഞാൽ പോലും ഒരു ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അവിടുത്തെ സർക്കാരിനെ അട്ടിമറിക്കാൻ ജമാഅത്തെ ഇസ്ലാമി മുന്നിലുണ്ടായിരുന്നു എന്നതാണ്. ഇവിടെയും അവർ പറയുന്നത് മതരാഷ്ട്രവാദം തന്നെയാണ്. അത് ഇടതുപക്ഷവും വലതുപക്ഷവും പലപ്പോഴും വെൽഫെയർ പാർട്ടിയുടെ വോട്ടുകളൊക്കെ വാങ്ങി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാറുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഇടതുപക്ഷം തന്നെ സമ്മതിക്കുന്നുണ്ട് ഒരു മതരാഷ്ട്രവാദ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്നത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായ ഈ വേടൻ പിന്നീട് നവോത്ഥാനം പറഞ്ഞ് ഹിന്ദുക്കൾക്കിടയിലെ ജാതീയത വീണ്ടും കുത്തിപ്പൊക്കി. അത്തരത്തിൽ ഹിന്ദുക്കൾ മറന്നു തുടങ്ങിയ ഈ ജാതീയത വീണ്ടും പുതിയ തലമുറയിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് വന്ന അന്നു മുതൽ തന്നെ ഈ BJP-ക്കാരും RSS-കാരൊക്കെ പറയുന്നുണ്ട് ഇയാളുടെ പിന്നിൽ മറ്റാരോ ഉണ്ട്. ഇപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ടൂളായി പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വേടന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത്. ഇത്തരം ആളുകളെ, അതായത് വേടനെ പോലെയുള്ള ആളുകളെ നമ്മൾ വിമർശിക്കുമ്പോൾ നമുക്കെതിരെ നിരന്തരം ആക്രമണങ്ങൾ നടത്തുന്ന ആളുകളുണ്ട്. അതിൻ്റെ ഒരു ഇര കൂടിയാണ് ഞാൻ എന്നതും ശ്രദ്ധേയമായ, അല്ലെങ്കിൽ പറയേണ്ടിയിരിക്കുന്ന കാര്യമാണ്. നിരവധി വാർത്തകൾ, ഡിബേറ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് വേടനായി പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ആളുകൾ വന്ന് വെട്ടുകിളികളെ പോലെ ആക്രമിക്കുന്നതും പതിവാണ്. എന്തായാലും നിലപാട് വ്യക്തമാണ്. രാജ്യവിരുദ്ധ പ്രവർത്തനം ആര് നടത്തിയാലും അവർക്കെതിരെ ശബ്ദിക്കേണ്ടത് നമ്മുടെ രാജ്യസ്നേഹികളായ, നമ്മുടെ രാജ്യത്തെ പൗരൻ എന്ന നിലയ്ക്ക് ഓരോ വ്യക്തിയുടെയും അവകാശമാണ്, കടമയാണ്. എന്തായാലും ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ട നടപ്പിലാക്കാൻ വേടനെ ജമാഅത്തെ ഇസ്ലാമി ഉപയോഗിച്ചു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം.